Friends, welcome to plus 2 mathematics. Plus 2 mathematicsലെ ഡിറ്റർമിനൻസ് എന്ന ചാപ്റ്ററിലെ എക്സസൈസ് 4.2 NCERT ആണ് ഇവിടെ ഇന്ന് വർക്കൗട്ട് ചെയ്യുന്നത്. ഇത് അസൈൻമെൻ്റ് ആയിട്ട് ഞാൻ തന്നതാണ്. ഇതിനകത്തെ പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യുന്നത്, അതുപോലെ കുറേ ആൾക്കാരത് ആ അസൈൻമെൻറ്റ് തന്നിട്ട് അത് വൃത്തിയായിട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ അസൈൻമെൻറ്റ് നിങ്ങളെ ഡിസ്കസ് ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ കറക്ഷൻ ചെയ്യാനുമുള്ള ഒരു വീഡിയോ ക്ലാസ്സാണ് ഇന്നത്തെ ദിവസം ഞാൻ ഇവിടെ ചെയ്യുന്നത്. നോക്കാം. വിത്തൗട്ട് എക്സ്പാൻഡിങ് ദ ഡിറ്റർമിൻ പ്രൂവ് ദ ഫോളോയിങ് എന്നാണ്. വിത്തൗട്ട് എക്സ്പാൻഡ് ചെയ്യാതെ ഈ ഡിറ്റർമിനൻ്റെ വാല്യൂ എക്സ്, ഡിറ്റർമിനൻ്റ് എക്സ് എ എക്സ് പ്ലസ് എ, വൈ ബി വൈ പ്ലസ് ബി, ഇസഡ് സി ഇസഡ് പ്ലസ് ഈസിക്കൽ ടു 0. ഒരു ഡിറ്റർമിനൻ്റെ വാല്യൂ 0 ആകണമെങ്കിൽ ഇതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. എന്തൊക്കെ പ്രോപ്പർട്ടിയാണ് ഡിറ്റർമിനൻ്റ് വാല്യൂ 0 ആകാൻ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഏതെങ്കിലും രണ്ട് റോസോ അല്ലെങ്കിൽ കോളംസോ ഐഡൻറ്റിക്കൽ ആവുക, അല്ലെങ്കിൽ ഏതെങ്കിലും റോസിലോ കോളംസിലോ ഫുള്ളായിട്ട് പൂർണ്ണമായിട്ടും സീറോസ് ഉണ്ടാവുക, എല്ലാ എലമെൻറ്റ്സും 0 ആവുക. ഇങ്ങനെ വന്നാൽ നമുക്ക് ഡിറ്റർമിനൻ്റ് വാല്യൂ 0 ആകും. അതുപോലെ തന്നെ ഏതെങ്കിലും രണ്ട് റോസോ കോളംസോ പ്രപ്പോർഷണൽ ആയാലും അതിൻ്റെ റേഷ്യോ ഈക്വൽ ആയാലും ഡിറ്റർമിനൻ്റ് വാല്യൂ 0 ആയിരിക്കും. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. നോക്കുക, ഇവിടെ എക്സ് പ്ലസ് എ വൈ പ്ലസ് ബി ഇസഡ് പ്ലസ് സി ഉണ്ട്. ഇവിടെ എക്സും ഉണ്ട് എയും ഉണ്ട്. ഈ എക്സും എയും കൂടി ചേർന്നാൽ എക്സ് പ്ലസ് എ കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ കോളം 1 ഞാൻ ഈ കോളം 2 എലമെൻറ്റ്സ് ആഡ് ചെയ്ത് ചേർക്കുകയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ഡിറ്റർമിനൻ്റ് ഏതെങ്കിലും റോസോ കോളംസോ ഉണ്ടെങ്കിൽ അത് മറ്റു റോസുമായിട്ട് ആഡ് ചെയ്യുകയോ മറ്റു റോസ് സബ്ട്രാക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൻ്റെ മൾട്ടിപ്പിൾസ് ആഡ് ചെയ്യുകയോ ചെയ്താൽ ഡിറ്റർമിനൻ്റ് വാല്യൂവിന് യാതൊരു വ്യത്യാസവും ഉണ്ടാകുന്നില്ല എന്നൊരു റൂൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഞാൻ ഫസ്റ്റ് കോളത്തിലെയും സെക്കൻഡ് കോളത്തിലെയും എലമെൻറ്റ്സ് ആഡ് ചെയ്തിട്ട് ഫസ്റ്റ് കോളത്തിൽ ഞാൻ ചേഞ്ച് വരുത്താണ്. അപ്പോൾ കോളം 1 ഈസ് ചേഞ്ച്ഡ് ആസ് കോളം 1 പ്ലസ് കോളം 2. കോളം 1ഉം കോളം 2ഉം കൂടി ഞാൻ ആഡ് ചെയ്യുകയാണ്. ദെൻ കോളം 1ലാണ് ചേഞ്ച് വരുന്നത്, കോളം 2 എലമെൻറ്റ്സ് അതുപോലെ തന്നെ ഇരിക്കും. അപ്പോൾ എക്സിൻ്റെ കൂടെ എ ആഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും? ഡിറ്റർമിനൻ്റ് എക്സ് പ്ലസ് എ വൈ പ്ലസ് ബി ഇസഡ് പ്ലസ് സി. ഇങ്ങനെയാണ് കോളം 1ൽ ചേഞ്ച് വരുന്നത്. അതായത് കോളം 1ലെ എലമെൻറ്റ്സും കോളം 2ലെ എലമെൻറ്റ്സും ആഡ് ചെയ്യുന്നു. സെക്കൻഡ് കോളത്തിലെ എലമെൻറ്റ്സിന് യാതൊരു മാറ്റമില്ല, അത് അതുപോലെ തന്നെ എഴുതുന്നു. തേർഡ് കോളത്തിനും മാറ്റമില്ല, അത് അതുപോലെ തന്നെ എഴുതുന്നു. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. ഇവിടെ നമ്മൾ വെരിഫൈ ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യം, കോളം 1 ആൻഡ് കോളം 3 C1 ആൻഡ് C3 ആർ ഐഡൻറ്റിക്കൽ എന്നാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. കോളം 1ഉം കോളം 3യും ഐഡൻറ്റിക്കലാണ്. കോളം 1ലെ എലമെൻറ്റ്സും കോളം 3ലെ എലമെൻറ്റ്സും ഈക്വലാണ്. കണ്ടോ, കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഈക്വലാണ്. ഇപ്പോൾ രണ്ട് റോസിലെയോ കോളംസിലെയോ എലമെൻറ്റ്സ് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഐഡൻറ്റിക്കൽ ആണെങ്കിൽ എന്തായിരിക്കും? ഡിറ്റർമിനൻ്റ് വാല്യൂ 0 ആയിരിക്കും. Therefore the value of the determinant is the value of the determinant is 0. That is our answer. കണ്ടോ? അപ്പോൾ 0 വരാനായിട്ട് ഉള്ള പ്രോപ്പർട്ടീസ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അത് കിട്ടുമ്പോൾ തന്നെ അത് എങ്ങനെയാണ് ചെയ്യണമെന്ന് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ പ്രോബ്ലം ശ്രദ്ധിക്കുക. 2 7 65 3 8 75 5 9 86 ഈ ഡിറ്റർമിനൻ്റ് വാല്യൂയും 0 ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമുക്ക് മറ്റെന്താ മാർഗമുള്ളതെന്ന് നോക്കാം. ഇവിടെ 65 ഉണ്ട്, 75 ഉണ്ട്, 86 ഉണ്ട്. മനസ്സിലായാൽ? ഈ 65ൽ നിന്ന് ഈ 2 മൈനസ് എന്ത് കിട്ടും? 63. മനസ്സിലായോ? 63 എന്നുള്ളത് 7ൻ്റെ മൾട്ടിപ്പിൾ, 7 × 9 അല്ലേ? കണ്ടോ, 7 × 9 ആയിട്ടാണ് അത് വരുന്നത്. മനസ്സിലായല്ലോ പറഞ്ഞത്? അതുപോലെ 75 മൈനസ് 3 എന്ന് പറയുന്നത് എത്ര? 72. അത് 8 × 9 ആണ്. അതുപോലെ 86 - 5 81 ആണ്.
അതും ഈ 9ൻ്റെ മൾട്ടിപ്പിൾ 9 × 9 എന്ന് വരുന്നു. അപ്പോൾ 7 × 8 അതുപോലെ 8 × എത്രയാ 9 72. ഇവിടെ 72 വരുന്നത് എങ്ങനെയാണ് 75 - 3 മനസ്സിലായി. അപ്പോൾ ഈ കോളം 1 ഞാൻ ചേഞ്ച് വരുത്താണ്. കോളം 1 ചേഞ്ച് വരുത്താൻ എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന കോളം 2ലെ എലമെൻസിനെ 9 ടൈംസ് 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ എലമെൻറ്റ് ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇതേ തന്നിരിക്കുന്ന കോളം 3ലെ എലമെൻസിന് കിട്ടുന്നു. നോക്കിയേ എന്താണ് നടത്തുന്നത്? കോളം 1 ഈസ് ചേഞ്ച്ഡ് ആസ് കോളം 1 പ്ലസ് 9 കോളം 2. മനസ്സിലായിരുന്നേ? എന്ന് പറഞ്ഞാൽ കോളം 2ലെ എലമെൻസിനെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കോളം 1ലെ കറസ്പോണ്ടിങ് എലമെൻറ്റ് ആഡ് ചെയ്യുന്നു. ഇത് പ്രോപ്പർട്ടി 6ൽ പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. എന്താണ് പ്രോപ്പർട്ടി 6ൽ പറയുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്കാം അല്ലേ? എന്താണ് പ്രോപ്പർട്ടി പറയുന്നത്? ഇഫ് ടു എനി റോ ഓർ കോളം ഓഫ് എ ഡിറ്റർമിനൻ്റ് എ മൾട്ടിപ്പിൾ ഓഫ് അനദർ റോ. കണ്ടോ, C1 എന്ന കോളത്തിൻ്റെ കൂടെ മറ്റൊരു റോയ C2നെ 9 കൊണ്ട് 9ൻ്റെ മൾട്ടിപ്പിൾ കൊണ്ട് അല്ലെങ്കിൽ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് 9ൻ്റെ മൾട്ടിപ്ലൈ ആയപ്പോൾ C1ആയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ദ വാല്യൂ ഓഫ് ദി ഡിറ്റർമിനൻറ്റ് റിമെയിൻസ് ദ സെയിം. എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് വാല്യൂവിന് യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല, നേരത്തെയുള്ള അതേ വാല്യൂവിന് കിട്ടുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ചെയ്യാൻ പോകുന്ന ഓപ്പറേഷൻ നോക്കാം. C1 ആണ് ചേഞ്ച് ചെയ്യപ്പെടുന്നത്, 2 3 5ലാണ് മാറ്റം വരുന്നത്. എന്ത് ചെയ്യണം? 2ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? 2 + 9 × 7 അതായത് 9 × C2. 9 × 7 എത്രയാണ്? 63 + 2 എത്രയാണ്? 65. ഇപ്പോൾ ഇവിടെ 65 ആയി. ഇതുപോലെ തന്നെ ഫസ്റ്റ് കോളത്തിലെ 3 എന്ന എലമെൻറ്റ് ഇതുപോലെ 3 + 9 × 8. 9 × 8 എത്രയാണ്? 72 + 3 എത്രയാണ്? 75 എന്ന് കിട്ടും. അതുപോലെ അടുത്ത 5 എന്ന എലമെൻറ്റിൻ്റെ കേസിൽ അങ്ങനെ ചെയ്യുമ്പോൾ 5 + 9 × 9. 9 × 9 എത്രയാണ്? 81 + 5 എത്രയാണ്? 86. സെക്കൻഡ് കോളം അതുപോലെ തന്നെ, തേർഡ് കോളവും അതുപോലെ തന്നെ. കണ്ടോ എന്താ സംഭവിച്ചത്? നമുക്ക് ഇതിൻ്റെ വാല്യൂ 0 ആകാൻ എളുപ്പമായി. ഫസ്റ്റ് കോളവും സെക്കൻഡ് കോളവും ഐഡൻറ്റിക്കലാണ്. C1 ആൻഡ് C3 ആർ ഐഡൻറ്റിക്കൽ. Therefore the value of the determinant is എന്താണ്? 0. ദാറ്റ് ഈസ് അവർ ആൻസർ. എല്ലാം ക്ലിയറായാ? മനസ്സിലായാ? ഇപ്പോൾ 0 ഒരു ഡിറ്റർമിൻ്റെ വാല്യൂ 0 ആകാനുള്ള ആ പ്രോപ്പർട്ടി ഓർത്തിട്ട് നമ്മൾ തന്നിരിക്കുന്ന ഡിറ്റർമിൻ്റെ വാല്യൂ നമ്മൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതായത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇത് തേർഡ് ക്വസ്റ്റ്യൻ ആണ് ശരിക്കും ടെക്സ്റ്റിലെ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചെയ്തത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ അങ്ങനെ ചെയ്യും, നോക്കാം. എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ? ശ്രദ്ധിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഡിറ്റർമിനൻ്റ് ഓഫ് A - B, B - C, C - A, അതുപോലെ B - C, C - A, A - B, C - A, A - B, B - C. ഈ ഡിറ്റർമിനൻ്റ് വാല്യൂയും നമുക്ക് എന്തായിട്ട് പ്രൂവ് ചെയ്യണം? 0 ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത്. ഈ ഡിറ്റർമിനൻ്റ് വാല്യൂയും 0 ആണെന്ന് പ്രൂവ് ചെയ്യണം. എന്തൊക്കെ തന്നിരിക്കുന്നത് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കുക. ഡിറ്റർമിനൻ്റ് വാല്യൂ 0 കിട്ടണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും 2 കോളംസോ അല്ലെങ്കിൽ 2 റോസോ മനസ്സിലായ ഐഡൻറ്റിക്കലാണെന്ന് പ്രൂവ് ചെയ്യുക. മനസ്സിലായ? അതിന് എന്തൊക്കെ മെത്തേഡുകൾ വേണമെന്ന് നമ്മൾ ആലോചിക്കണം. മനസ്സിലായ? അതാണ് ഇവിടെ ചെയ്യേണ്ടത്. ഏതെങ്കിലും 2 റോസ് ഐഡൻറ്റിക്കലാകണം. അത് ഫസ്റ്റ് റോയും സെക്കൻഡ് റോയോ, അല്ലെങ്കിൽ സെക്കൻഡ് റോയും തേർഡ് റോയോ, അല്ലെങ്കിൽ ഫസ്റ്റ് റോയും തേർഡ് റോയോ, അല്ലെങ്കിൽ ഫസ്റ്റ് കോളം സെക്കൻഡ് കോളമോ, അല്ലെങ്കിൽ സെക്കൻഡ് കോളം തേർഡ് കോളമോ, അല്ലെങ്കിൽ ഫസ്റ്റ് കോളം തേർഡ് കോളമോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ തന്നെ ഐഡൻറ്റിക്കലാണെന്ന് പ്രൂവ് ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും അല്ലേ ഒരു റോയിലെ എല്ലാ എലമെൻസും 0 ആകണം അല്ലേ. അത് കോളത്തിലെ എലമെൻസ് ആയാലും ഇവിടെ 3 എലമെൻസ് ഉള്ളത്. ഈ 3 എലമെൻസും 0 ആയാൽ ഡിറ്റർമിനൻ്റ് വാല്യൂ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ മൊത്തം 0 ആണെങ്കിൽ എന്ത് വരും? ഡിറ്റർമിനൻ്റ് വാല്യൂ 0 ആയി പോകും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമുക്ക്
ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. മനസ്സിലായി പറഞ്ഞത്? ഈ ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് ഇതിൻ്റെ എന്താണ് ഇവിടെ ചെയ്യാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത്. ഇവിടെ a മൈനസ് ബി ഉണ്ട്, ഇവിടെ b മൈനസ് സി ഉണ്ട്, c മൈനസ് എ ഉണ്ട് അല്ലേ? ഇവിടെ b മൈനസ് സി, ഈ b മൈനസ് സി ഇവിടെ ഉണ്ട്, ഈ c മൈനസ് സി ഇവിടെ ഉണ്ട്, a മൈനസ് ബി ഇവിടെ ഉണ്ട്, ഈ c മൈനസ് എ എന്നുള്ളത് ഇപ്പുറത്തെ എല്ലായിടത്തും ഉണ്ട് കണ്ടോ, ഈ 3 സ്ഥലത്തുണ്ട്. a മൈനസ് ബി ഉണ്ട്, b മൈനസ് സി ഉണ്ട്. മനസ്സിലല്ല പറഞ്ഞത്? അപ്പോൾ ഈ സാഹചര്യത്തിൽ നമുക്ക് ഈ ഫസ്റ്റ് റോയിലെ എലമെൻസും സെക്കൻഡ് റോയിലെ എലമെൻസും തേർഡ് റോയിലെ എലമെൻസും നമുക്ക് എടുത്തിട്ട് ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഫസ്റ്റ് കോളത്തിലെ എലമെൻറ്റും സെക്കൻഡ് കോളത്തിലെ എലമെൻറ്റും തേർഡ് റോയിലെ എലമെൻസും എടുത്തിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ചെയ്യാനായിട്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കണം അല്ലേ? അപ്പോൾ ഇവിടെ എലമെൻ്ററി ഓപ്പറേഷൻ ഏതാണ് നടത്താൻ കഴിയുക, എലമെൻ്ററി ഓപ്പറേഷൻ എന്താണ് ചെയ്യാൻ സാധിക്കുക എന്ന് നോക്കാം അല്ലേ? നോക്കൂ, അപ്പോൾ ഇതിൻ്റെ വാല്യൂ 0 ആകണമെങ്കിൽ നമുക്ക് R1ഉം R2ഉം R3യും കൂടി നമ്മളൊന്ന് പ്ലസ് ചെയ്ത് നോക്കാം. നമുക്ക് ഇത് 3ഉം കൂടി R1ൽ ചേഞ്ച് വരുത്തണേ. R1ഉം R2ഉം R3യും കൂടി പ്ലസ് ചെയ്ത് നമ്മൾ R1ൽ ചേഞ്ച് വരുത്താണ്. മനസ്സിലായ? അപ്പോൾ നമുക്ക് നടത്താൻ പോകുന്ന ഓപ്പറേഷൻ R1 ഈസ് ചേഞ്ച്ഡ് ടു R1 പ്ലസ് R2 പ്ലസ് R3 എന്ന റിലേഷനാണ് അല്ലെങ്കിൽ ഓപ്പറേഷനാണ് നടത്തുന്നത്. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാം. ഏതൊക്കെ ആഡ് ചെയ്യാം? a മൈനസ് ബി പ്ലസ് b മൈനസ് സി പ്ലസ് c മൈനസ് എ. ഇതാണ് ഫസ്റ്റ് റോയിൽ ഇവിടെ തന്നിരിക്കുന്നതിൽ ഇവിടുത്തെ അല്ലേ? a മൈനസ് ബി, b മൈനസ് സി, c മൈനസ് എ. അതാണ് നമുക്ക് ആദ്യം ഒന്ന് ആഡ് ചെയ്ത് നോക്കേണ്ടത്. അതുപോലെ ഇവിടെ മനസ്സിലായ? ഇങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്ത് നോക്കുന്നത്. ആഡ് ചെയ്യുമ്പോൾ എയും മൈനസ് എയും 0 ആയിപ്പോയി, മൈനസ് ബിയും പ്ലസ് ബിയും 0 ആയിപ്പോയി, മൈനസ് സിയും 0 ആയിപ്പോയി. അതുപോലെ തന്നെയാണ് ഇവിടെ ഇതെല്ലാം ഒന്ന് തന്നെയാണ്. മനസ്സിലായി പറഞ്ഞാൽ ഇതും b മൈനസ് സി ഇവിടെ ഉണ്ട്, c മൈനസ് എ ഇവിടെ ഉണ്ട്, a മൈനസ് ബി ഉണ്ട്. അപ്പോൾ ഇത് 3 ആഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് കിട്ടും? 0 തന്നെ കിട്ടും. അപ്പോൾ ഫസ്റ്റ് റോയിലെ എല്ലാ എലമെൻസും 0 ആകുന്നു. അപ്പോൾ അങ്ങനെ കിട്ടുന്നത് 0 0 0. ബാക്കിയുള്ളത് അതുപോലെ തന്നെ. മനസ്സിലായോ? അപ്പോൾ എന്ത് കിട്ടി? വാല്യൂ ഓഫ് ദ ഡിറ്റർമിനൻ്റ് ഈസ് 0. എന്താ കാരണം? ഫസ്റ്റ് റോയിലെ എല്ലാ എലമെൻസും എന്താണ്? 0 ആണ്. ഈ ലൈൻ വെച്ച് നമ്മൾ ഈ റോ വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡിറ്റർമിനൻ്റ് വാല്യൂ 0 കിട്ടത്തുള്ളൂ. അതുകൊണ്ട് വാല്യൂ ഓഫ് ദ ഡിറ്റർമിനൻ്റ് 0 നമുക്ക് എളുപ്പത്തിൽ പറയാൻ സാധിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യനാണ്. 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഫോർത്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 1 ഡിറ്റർമിനൻ്റ് 1 BC a ഇൻറ്റു ബി പ്ലസ് സി, അതുപോലെ തന്നെ 1 CA b ഇൻറ്റു സി പ്ലസ് എ, അതുപോലെ വീണ്ടും 1 AB സി ഇൻറ്റു എ പ്ലസ് ബി. ഈ ഡിറ്റർമിനൻ്റ് വാല്യൂ 0 ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. മനസ്സിലായില്ലേ പറഞ്ഞത്? ഇവിടെ നമുക്ക് a ഇൻറ്റു ബി പ്ലസ് സിയും b ഇൻറ്റു സി പ്ലസ് എ, സി ഇൻറ്റു എ പ്ലസ് ബി എന്നുള്ള ഈ എലമെൻറ്റ്സിനെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. a ഇൻറ്റു ബി പ്ലസ് സി എന്തായിരിക്കും? AB പ്ലസ് എ സി ആയിരിക്കും. b ഇൻറ്റു സി പ്ലസ് എ എന്തായിരിക്കും? ബി സി പ്ലസ് എ ബി അല്ലെങ്കിൽ ബി എ എന്ന് പറയുന്നതും എ ബി എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുപോലെ തന്നെ സി ഇൻറ്റു എ പ്ലസ് ബിയോ എ സി ഇൻറ്റു ഏതാണ്? എ സി പ്ലസ് ബി സി. ഇങ്ങനെ നമുക്ക് ആ തന്നിരിക്കുന്നതിന് നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. ആദ്യത്തെ 1 1 1 അങ്ങനെ തന്നെ എഴുതി, ബി സി സി എ ബി ഇങ്ങനെ തന്നെ എഴുതി. അടുത്ത് എ ബി പ്ലസ് എ സി എഴുതി. അടുത്തത് ബി സി പ്ലസ് ബി എ എന്ന് എഴുതി. അടുത്ത് എ സി പ്ലസ് ബി സി എന്ന് എഴുതി. ഇതിൻ്റെ വാല്യൂ 0 ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? നമുക്ക് ഈ തേർഡ് കോളത്തിൽ കറസ്പോണ്ടിങ് എലമെൻസും സെക്കൻഡ് റോയിലെ എലമെൻസും കൂടി ഒന്ന് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു നോക്കിയാൽ ഇത് എ ബി ആണ് കേട്ടോ. എ ഇൻറ്റു ബി എ ബി പ്ലസ് എ സി, ബി ഇൻറ്റു സി ബി സി പ്ലസ് എ ബി. ഇത് രണ്ടും കൂടി ചേർത്ത് എന്ത് വരും?
എ ബി പ്ലസ് എ സി പ്ലസ് ബി സി. ഇത് രണ്ടും കൂടി ചേർത്ത് സംഭവിക്കും. ഇത് തന്നെ കിട്ടും എ ബി എന്ന് പറഞ്ഞാൽ ബി എ ബി പ്ലസ് ബി സി പ്ലസ് എ സി എന്ന് കിട്ടും. ഇവിടെ അതുപോലെ തന്നെ എ ബി പ്ലസ് ബി സി പ്ലസ് എ സി എന്ന് കിട്ടും അല്ലേ. അപ്പോൾ തേർഡ് റോയിൽ ഞാൻ എന്ത് ചെയ്യുന്നു, എന്താ സംഭവിക്കുന്നത്, എന്താ ചെയ്യുന്നത്, കോളം 3 ചേഞ്ച്ഡ് ടു കോളം 3 പ്ലസ് കോളം 2. കോളം 3ലെ എലമെൻറ്റ്സ് കറസ്പോണ്ടിങ് എലമെൻറ്റ്സും കോളം 2ലെ എലമെൻറ്റ്സും കൂടി ചേർത്ത് വയ്ക്കുന്നു. കോളം 3ൽ മാറ്റം വരുന്നു. അപ്പോൾ നമുക്കിവിടെ 1 1 1 അതുപോലെ തന്നെ ബി സി സി എ ബിക്ക് മാറ്റമില്ല. മനസ്സിലായ? ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നു, എ ബി പ്ലസ് എ സി പ്ലസ് ബി സി എന്ന് എഴുതണം. അതുപോലെ തന്നെ എ ബി പ്ലസ് എ സി പ്ലസ് ബി സി എന്ന് എഴുതണം. അതുപോലെ ഇവിടെയും എ ബി പ്ലസ് എ സി പ്ലസ് ബി സി എന്ന് എഴുതണം. ഈ എ ബി പ്ലസ് എ സി പ്ലസ് ബി സി എല്ലായിടത്തും ഉള്ളതുകൊണ്ട് നമുക്കതിനെ കോമൺ ഫാക്ടറായിട്ട് വെളിയിലെടുക്കാം. അപ്പോൾ എ ബി പ്ലസ് എ സി പ്ലസ് ബി സി എന്ന് നമ്മൾ കോമൺ ഫാക്ടർ എടുക്കുന്നു. മനസ്സിലായി പറഞ്ഞേ? കാരണം ഇത് രണ്ടും കൂടിയാണ് ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് കോമൺ ഫാക്ടർ എടുക്കുമ്പോൾ ഇവിടെ 1 1 1 1 തന്നെ. സെക്കൻഡ് കോളത്തിൽ ഒന്നുമില്ല, ബി സി സി എ ബി മാറ്റമില്ല. അടുത്തത് ഇത് എല്ലാം പുറത്തെടുത്തുകൊണ്ട് ഇവിടെ 1 1 1 വരും. അപ്പോൾ എന്താ പറ്റിയത്, C1 ആൻഡ് C3 ആർ ഐഡൻറ്റിക്കൽ എന്ന് വന്നു. ദെർഫോർ ദ വാല്യൂ ഓഫ് ദ ഡിറ്റർമിനൻറ്റ് ഈസ് 0 എന്ന് നമുക്ക് റിസൾട്ട് കിട്ടും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡിറ്റർമിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ഏതെങ്കിലും രണ്ട് റോസോ കോളംസോ അതിലെ എലമെൻറ്റ്സ് ഐഡൻറ്റിക്കൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി അല്ലേ. മനസ്സിലായല്ലോ പറഞ്ഞേ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. ഇനി അടുത്ത പ്രോബ്ലത്തിലേക്ക് കിടക്കാം.